ഹലോ, വെൽക്കം ബാക്ക്. ഇന്നുണ്ടല്ലോ ഞാനൊരു ചെറിയ വ്ളോഗ് ഇട്ട് നോക്കി. ഉമ്മാനെ കൂട്ടിക്കൊണ്ട് എൻ്റെ അനിയത്തിൻ്റെ റൂം വരെ പോകാണ്ടായിന്. ഞങ്ങൾക്ക് അടുത്തൊരു സാധനം എടുക്കാണ്ടായിന്. പിന്നെ ഉമ്മാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ അനിയത്തിൻ്റെ റൂമിലേക്ക് ഉമ്മാനെ കൂട്ടിക്കൊണ്ട് പോയത്. എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ള റൂം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ ഓൾക്ക് ഒരു ചെറിയ ബേബി ഉണ്ട്, 7 month ആയിട്ടുള്ള. അങ്ങനെ അടുത്തതിന് ശേഷം പിന്നെ പുറത്തെല്ലാം ജസ്റ്റ് ഇങ്ങനെ അങ്ങ് നോക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ഇതെല്ലാം എൻ്റെ ബ്രദറിലോൻ്റെ ഓരോരോ പരിപാടികൾ. എനിക്ക് ഭയങ്കര ഇങ്ങനെ വിത്തിടലും ചെടി മുളപ്പിക്കലും അതിന് കൃഷിയാക്കലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഓനുണ്ടാക്കിയ ഒരു ചെറിയൊരു എന്താ ഗാർഡൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടായിന്. അതെല്ലാം ആക്കിയിട്ടാകുമ്പോൾക്ക് അവൾ നല്ലൊരു കോഫി ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ വിളിച്ച്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവളവിടെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ടായിന്. പിന്നെ എന്തായാലും ഫുഡെല്ലാം ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്ക് അവിടുന്ന് ടെമൂന്ന് ഡെലിവറി ആയ ഒരു സാധനം ഓൺലൈനിൽ നിന്ന് കളക്ട് ആക്കാനും കൂടി ഉണ്ടായിന്. അതെന്താ വെച്ചാൽ നമുക്ക് ടെമൂൽ ഓർഡർ ചെയ്ത് കൊടുക്കാൻ അറിയായിരിക്കും. അതിലൊരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി അങ്ങനെ എമൗണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് അത്ര എമൗണ്ടിൻ്റെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പം ഞാൻ ഓളും കൂടി ഒന്നിച്ച് അതിൽ നിന്ന് സാധനം വാങ്ങിയത്. അപ്പം ഓൾ അഡ്രസ്സിക്ക് വന്നിട്ടുണ്ടായിന്. അങ്ങനെ അതും കൂടി എനിക്ക് അവിടുന്ന് മേങ്ങാണ്ടായിന്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഞാനെല്ലാം ഓപ്പൺ ആക്കിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മെയിനായിട്ട് മേങ്ങുന്നുണ്ടായിരുന്നത് ഫോണിൻ്റെ കവറെല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക്. ഇപ്പം ഞാൻ ഈ വാങ്ങിയതെല്ലാം ഒന്നിന് 4 റിയാൽ, ഒന്നിന് 5 റിയാൽ അങ്ങനെ എന്തോ പ്രൈസ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ വേറെ കുറച്ച് ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു വാളിൽ പേസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു മിററാണ്. അപ്പം അത് ഇങ്ങനെ നമ്മൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് നമുക്കത് വാളിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടിയ പോലെ അതിനെ സെറ്റ് ചെയ്യുക. അതായത് അത് ഒരു ബോക്സിൽ 4 പീസസ് സ്ക്വയർ പീസസ് ആയിട്ട് വരുന്നത്. അതിന് നമുക്ക് വേണ്ട പോലെ നമുക്ക് എടുത്ത് കൊണ്ടിട്ട് അതിനെ ഒട്ടിച്ചേക്കാം. പിന്നെ നംഷി അതിനെല്ലാം എടുത്തിട്ട് അവിടെ ഒട്ടിക്കുന്നുണ്ടായിന്. അപ്പം അതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വേർട്ടിക്കലായിട്ട് ഞങ്ങൾ ഒട്ടിച്ച് വെച്ചെന്നില്ലെങ്കിൽ എൻ്റെ റൂമിൽ അങ്ങനെ ഫുള്ളായിട്ട് കാണുന്ന പോലത്തെ മിറർ ഉണ്ടായിട്ടാണ്. അങ്ങനെ അതൊന്നും അവിടെ ഒട്ടിച്ച് വെച്ച് അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. ബൈ.